ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഷോപ്പിംഗ് വ്ളോഗ് ആട്ടോ. അപ്പം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണേ. അതായത് സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിലോട്ടാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈരാറ്റുപേട്ട പാല ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലാട്ടോ ഈ സിൽക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ ദൂരമാട്ടോ നമ്മൾ സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ളത്. ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അതായത് ഞങ്ങളൊരു 7:45 ആയപ്പോഴാണ് ഇറങ്ങിയത്. 8:30 ആകുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്തു. ഈ ഹൈപ്പർ മാർക്കറ്റ് കോട്ടയം റൂട്ടിൽ പോയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ കയറിയിട്ടുള്ളവരും കാണും, കയറാത്തതായിട്ടുള്ളവരും കാണും അല്ലേ. അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റാട്ടോ. നമ്മുടെ ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കിഡ്സിൻ്റെ വലിയൊരു പാർക്ക് തന്നെയാട്ടോ മുകളിലുള്ളത്. അതായത് നമ്മൾ സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ മാളിലോ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു പാർക്കാട്ടോ. ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ പോയി ഇരിക്കുന്ന ഒരു ഫീല് തരുന്ന ഒരു പാർക്കാണ്. അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഹൈപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും ഉള്ളെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴത്തേക്കും മുകളിലോട്ട് വീണ്ടും സ്റ്റെപ്പും ഒക്കെ കാര്യങ്ങളും കണ്ടോണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് എന്താ അതിൻ്റെ മുകളിലോട്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കിഡ്സിൻ്റെ ഒരു പാർക്കുണ്ട്. പക്ഷെ നമ്മൾ കയറി പോകുമ്പോഴും ഇത്രയും അടിപൊളിയായിരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയും നല്ല രീതിയിലാട്ടോ അവർ ആ പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് പോയിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കാട്ടോ. വലിയവർക്കാണെങ്കിലും പിള്ളേർക്ക് നമ്മൾ പിള്ളേരുടെ പിറകെ നടക്കുകയേ വേണ്ട. അതായത് ഭയങ്കര സേഫ്റ്റിയാണ് ആ പാർക്കിൽ വിട്ട് കഴിഞ്ഞാൽ. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പിള്ളേരുടെ ഇഷ്ടത്തിൽ അങ്ങ് നടന്നോളും. നല്ല രസമായിട്ടുള്ളൊരു പാർക്കാണ്. എൻ്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പാർക്കാട്ടോ. കുട്ടികളെ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കേണ്ട പാർക്കാണ്. നല്ല സെറ്റപ്പ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും സെറ്റപ്പ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റ് അത്രയും വലിയ പ്രതീക്ഷിച്ച് പോകണ്ട. എന്നാലും നല്ല അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ഓഫറും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പോയപ്പോൾ തന്നെ ഞാനൊരു ട്രോളിയൊക്കെ എടുത്ത് കൊച്ചിനെ അതിനകത്തോട്ട് ഇരുത്തുന്നുണ്ട്. അവൻ ഉറക്കമായിരുന്നു, അതുകൊണ്ട് തന്നെ അവനിക്ക് മടിയായിരുന്നു ഇരിക്കാനായിട്ട്. എന്നാലും ഇരുന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നേ. പാസ്താക്കൊക്കെ ആണെങ്കിലും നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ചുമ്മാ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓഫർ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കാറില്ല. പക്ഷേ എനിക്ക് ഇവിടെ തോന്നിയതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്കൊക്കെയാണ് ഇവർ ഓഫർ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്യാനൊക്കെ. എല്ലാത്തിനും തന്നെ 50% ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. 5 മിനിറ്റ് ട്രോളിയിൽ ഇരുന്നപ്പോഴത്തേക്കും വഴക്കുണ്ടാക്കി കരയാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ച്. പിന്നെ എനിക്ക് ഇന്ന് വീഡിയോ എടുത്ത് തരാനായിട്ട് എൻ്റെ ഇച്ചാപ്പാടെ മോളുണ്ടായിരുന്നേ. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അവൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്, വീഡിയോ എടുപ്പും പർച്ചേസിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ക്യാപ്സിക്കം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചേ. പാസ്ത ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഉടൻ തന്നെ പാസ്തയുടെ റെസിപ്പി ഇടാം കേട്ടോ. വൈറ്റ് സോസ് പാസ്തയുടെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല അഫോർഡബിൾ റേറ്റൊക്കെ ആയിരുന്നു എല്ലാത്തിനും ഉള്ളത്. ലച്ചു അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. നമ്മൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല കൂളായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയേ. കൊച്ചതിൻ്റെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനിക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി. കുറച്ച് നേരം ട്രോളിയിലൊക്കെ ഇരിക്കും, പിന്നെയും കരയും. അവൻ വണ്ടിയിൽ വെച്ച് മൊത്തം ഉറക്കമായിരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായിരുന്നു കേട്ടോ അവൻ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇരുന്ന് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ അടുത്ത മാസം ഫസ്റ്റോട് കൂടി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കാശ്മീർ ലഡാക്കിലേക്ക്. അപ്പം അതിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി ആയിട്ട് വേറൊരു ഗോവ ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ സാധാരണ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കാണാത്ത സൈസിലുള്ള ജ്യൂസൊക്കെ ആയിട്ടോ അവിടെ ഇരുന്നത്.
പിന്നെ എനിക്ക് തോന്നിയത് ഫ്രോസൺ ഐറ്റംസ് വരുന്നതിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നില്ല. ലുലു മാളിലൊക്കെ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ഫ്രോസൺ ഐറ്റംസിന് ഓഫർ വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അത് മാത്രമേ എനിക്ക് ഇതായിട്ട് തോന്നിയുള്ളൂ അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ ഫ്രോസൻ്റെ സ്നാക്സ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ നിന്നില്ലേ. ചീസ് ഒരു പാക്കറ്റ് എടുത്തേ ഉള്ളൂ. അങ്ങനെ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നേ. പിന്നെ ഈ നട്ട്സിൻ്റെയൊക്കെ ഭയങ്കര നല്ല ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഐറ്റംസ് ആട്ടോ എല്ലാം ഇരിക്കുന്നത്. ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് സുഖമായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കാണെങ്കിൽ നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ പിടിക്കാനാണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഫുൾ എല്ലായിടവും നമുക്ക് ഓരോന്ന് നോക്കി നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. ഏകദേശം ഹൈപ്പർ മാർക്കറ്റിലെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബില്ലടിക്കാതെ തന്നെ ട്രോളിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് മുകളിലേക്കും കൂടെ പോയി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മുകളിലോട്ടും കൂടെ കയറി നോക്കിയതാട്ടോ. മെയിനായിട്ടും വീഡിയോസിൽ ഉൾപ്പെടുത്താലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് കയറിയത് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിയായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് എങ്കിൽ വീഡിയോസിൽ നമുക്കൊന്ന് ഉൾപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയപ്പോഴാണ് അറിയുന്നത് ഈ ഹോം അപ്ലയൻസ് മൊത്തം അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ അതെല്ലാം ഓരോന്നായിട്ട് ഞങ്ങൾ നോക്കിക്കണ്ട് എല്ലാം നല്ല അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്രോക്കറി ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. ആകെ ഒരു ഇത് മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. അത് നല്ല ക്വാളിറ്റി ഉള്ള റൈസ് കോരുന്ന ഒരു തവിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റിലും വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റിങ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള റെസ്റ്റോറൻ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല കളർഫുള്ളായിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം നമുക്കൊന്ന് ഇരുന്ന് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈമെങ്കിലും ഒന്ന് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 ലൈമൊക്കെ ഫ്രഷ് ലൈമൊക്കെ പറഞ്ഞ് അതും അങ്ങ് കുടിച്ച് ആ സമയത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടും കേട്ടോ ഫോട്ടോസിനൊക്കെ ആണെങ്കിലും. आज सजया है वे सारा शहर, आज हो गई आवे रब दी महल, हाय सजया है वे सारा शहर, आज हो गई आवे रब दी महल, चिट्टा कुक्कड़ बने रहते, चिट्टा कुक्कड़ बने रहते, काश में दुपट्टे वाली मुंडा सदके से गए, काश में दुपट्टे वाली आँखियाँ मेरी पूछ रही हैं हमको मेरे चैन नहीं है. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങിയപ്പോഴാട്ടോ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സ്റ്റാഫിനോട് ചോദിച്ചു പറഞ്ഞ് ഒരു മുകളിലൊരു കിഡ്സിൻ്റെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ അതും കൂടെ കയറി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കയറുന്ന കേട്ടോ. പക്ഷേ കയറി വരുമ്പോഴത്തേക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. മുകളിൽ ഇത്രയും സെറ്റപ്പായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും രസമാട്ടോ നേരിട്ട് കാണാനായിട്ട്. അതായത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഫുള്ളായിട്ടും ഈ പാർക്കിന് വേണ്ടിയാണ് അവർ സെറ്റാക്കിയിരിക്കുന്നത്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കൊച്ചിനാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവൻ ഒന്നിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് മറ്റേത് ചൂണ്ടിക്കാണിക്കുക അതിനകത്ത് പോയിരിക്കാനായിട്ട്. അങ്ങനെ ഓടി ഓടി നടന്ന് കൊച്ച് ഓരോന്നും കയറിക്കൊണ്ടേയിരിക്കുക കേട്ടോ. പാർക്ക് കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മൂഡൊക്കെ റെഡിയായി. ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രഷ് ജ്യൂസ് എല്ലാം തന്നെ കിട്ടും. പോപ്കോൺ കഴിഞ്ഞായിരുന്നു, ഞങ്ങൾ ചോദിച്ചപ്പം അവിടെ പോപ്കോൺ കഴിഞ്ഞതാണ് പറഞ്ഞത്. പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു ഷോപ്പുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വന്നിട്ട് ജ്യൂസ് കുടിക്കുകയുള്ളായിരുന്നു. പിന്നെ ബർത്ത്ഡേ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ പ്രോഗ്രാംസൊക്കെ വെക്കാനൊക്കെ പറ്റിയ ഒരു സംവിധാനമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. എന്തായാലും ഈ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അത്രയും നല്ല ഒരു സെറ്റപ്പായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ വന്നാൽ നനയും. മുകളിൽ ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ടേ ബാക്കിയെല്ലാം അടിപൊളി സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ ഒരു 3/4 മണിക്കൂറോളം ഇരുന്നുള്ളൂ. ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. എന്തായാലും മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ ഞാൻ പറയും. അത്രയും നല്ല ഒരു പാർക്കാട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് പോയിരിക്കാൻ നല്ല സെറ്റപ്പായിട്ടുള്ള പാർക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും കുറച്ച് പേര് അങ്ങോട്ട് വരികയും ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയ സമയത്ത് ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബില്ലടിച്ചിട്ടില്ലായിരുന്നു. താഴെ വന്ന് ബില്ലടിച്ചതിന് ശേഷം തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അസ്സലാമു അലൈക്കും.